Hello there. So guys, we are back in Minecraft. കുറെ കാലം ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് ഓക്കെ. ബ്യൂട്ടിഫുൾ ഡേ, ബ്യൂട്ടിഫുൾ സ്റ്റാർട്ടിങ്, ബ്യൂട്ടിഫുൾ ബിഗിനിങ്. അപ്പൊ നമുക്കിനി ചെയ്യാനുള്ളത് ഇന്നെന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം. പിന്നെ മൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ട് പിന്നെ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനുള്ളത് നമുക്കൊരു വീട് കെട്ടണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീടൊക്കെ കെട്ടണം എന്ന് പറഞ്ഞു നിന്നിട്ട് ആ വീട്ടിലെ ഇതൊക്കെ ആയിപ്പോയി. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉറപ്പായിട്ട് വീട് കിട്ടുന്നതായിരിക്കും. വീടെന്ന് പറയുമ്പോൾ വലിയൊരു കൊട്ടാരം പോലത്തെ വീടായിരിക്കും നമ്മൾ കെട്ടുണ്ടാവുക. കാത്തിരുന്ന് കണ്ടോ. ഓക്കെ, അപ്പം നമ്മൾ വീട് കെട്ടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് അവിടെയാണ്. ഇതോ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ അവിടെയാണ് ഒരു പന്നിയുടെ ചന്തി. എന്റെ വീട് വെക്കുന്ന സ്ഥലത്തേക്ക് ആരാണ് എനിക്ക് പെർമിഷൻ തന്നേ? ഇവിടെ നോക്കടാ, ഒന്ന് പോവാനാ മനവാക്കി പോയി തരത്തി പോയി കളിക്കണ നോക്കിയിട്ട് പോവാ. ഇപ്പൊ ആരാട്ടാ ബഹുമാനല്ലാതെ ബഹുമാനല്ലാതെ മഴ. ഓ മഴ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് മഴ കാണുന്നത്. അല്ല അങ്ങനെയല്ല, മൈൻക്രാഫ്റ്റിൽ ആദ്യമായിട്ടാണ് മഴ കാണുന്നത്. ഓ മഴയെ പോന്ന് ഇരുട്ടായി. പക്ഷെ മഴയൊക്കെ എനിക്ക് ഉറക്കം വരും. അതാ ശീലം. ഉറങ്ങേ. ഓ ഇതിൽ ഉറങ്ങാൻ പറ്റില്ല അല്ലേ മഴയിക്കാനാ. ഓക്കെ, നമുക്ക് സ്വെന്നിനെ കിട്ടി. ഒമ്പത് തിന്നിൻ്റെ അക്കറി. ഇവനെങ്ങനെ നമ്മൾ ഇണക്കുക? നിൽക്കേ ഇറച്ചി കൊടുത്താൽ മതിയായിരിക്കും. ഇറച്ചി കൊടുത്താൽ മതി. ഇറച്ചി ഇണങ്ങി. നമുക്ക് പട്ടിനെ കിട്ടി. ബാ. ഇനി അവൻ നമ്മുടെ പിന്നാലെ വരും കണ്ടോട്ടോ. നമ്മളെ എങ്ങോട്ട് പോയാലും നമ്മുടെ പിന്നാലെ വന്നോണ്ടിരിക്കും. നമ്മളെങ്ങനെ ഫോളോ ചെയ്യും കണ്ടോ. വാടാ പാരാട്ടാ മോനെ, വാടാ. നാണം കടിച്ചല്ലേ, വാ. കുറച്ചുകൂടെ ദൂരെ പോയി നോക്കാം, ചിലപ്പോൾ അതായിരിക്കും. ബാ. പക്ഷെ അവന് ടൈം ആക്കിയില്ലേ, ഒന്നോട് നോക്കാം. ആയല്ലോ. ബാ, ഇനി എൻ്റെ പിന്നാലെ ബാ. എടാ വാടാ. അനുസരണയില്ലാത്ത പട്ടി. പക്ഷെ ഈ പട്ടിനെ ഇങ്ങനെ ടൈം ചെയ്യുക, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ. പോരാ. നമ്മൾ ഇറച്ചി കൊടുത്തിട്ട് കാര്യമില്ല, ഇത് കൊടുക്കണം. എല്ല് കൊടുക്കണം. എല്ല് കൊടുത്താലേ ടൈം ആവുള്ളൂ. നിക്കടാ. ടീം ഏൽപ്പിക്കാനാണ്. ഒരിക്കവനെ എന്നെ തിങ്കളാഴ്ച അതാ. എടാ ഇവനെന്താ എന്നെ കാണു പോകുന്നത്? എടാ നിക്കടാ ഒന്ന്. എടൊന്ന് നിക്കടാ. നാണം കടിച്ചല്ല ഇങ്ങനെ എനിക്ക്. ഓക്കെ. അയ്യോ ഞാൻ പോകണമെന്ന് അറിയാതെ അവൻ അടിച്ചു. ഓരോ മണ്ടത്തരങ്ങൾ ഉള്ള പട്ടിയും പോയി. ഇനി എന്താ കട്ടുക? ഞാൻ ഒറ്റയ്ക്ക് എലവുണ്ടു. ആകെ ഉണ്ടായിരുന്ന ഒരു പട്ടിയും പോയി. എടാ വേറൊരുത്തൻ അതാ. വേറൊരുത്തരതാ. ഹലോ മിസ്റ്റർ. ബാ. ഓ ബാനി എൻ്റെ പിന്നാലോ. എന്തോ എടാ വാടേ. ഓ നമുക്ക് ഇരുത്താനും എണീപ്പിക്കാൻ പറ്റില്ല. ഓ ഇനീച്ച് ചിലപ്പോൾ വരും, നോക്കട്ടെ. യോ മാൻ. ഓ ആ പോയിന് പോയിക്കൊല്ലേ. പോ ആ പോയിന് പോയിക്കൊല്ലേ. കോഴിനെ കൊല്ലാൻ അതേ മട. ഞാൻ തന്നെ വേണ്ട. പക്ഷെ വേറൊരെണ്ണം കൂടി ഉണ്ട്. ഇതിനും കൂടെ തേമേൽപ്പിച്ചാലോ? അപ്പൊ രണ്ടെണ്ണം ആവില്ലേ? ഓ അത് പൊളിക്കും. ബാ. ഇവന്താ ടൈമായില്ല. പക്ഷെ എന്റെ ബോണ് മൊത്തം കൊടുത്തവൻ ടൈമായില്ല. അല്ല പിന്നെ ടൈമാകത്തായിട്ട് തന്നെ എനിക്ക് വേണ്ട. പക്ഷെ ഇനി നമുക്ക് വീട് കെട്ടണം. വീട് കെട്ടാനായിട്ട് നമ്മൾ ഇവിടെ തന്നെ വീട് കെട്ടാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വീട് കെട്ടുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് മരങ്ങൾ മുറിക്കണം. മരങ്ങൾ മുറിച്ചിട്ട് ആ മരം കൊണ്ടൊക്കെയാണ് നമ്മൾ വീട് എത്താൻ പോകുന്നത്. സോ നമുക്ക് ഇവിടെ കുറച്ച് മരം മുറിക്കാം. രാത്രി മരം മുറിച്ച് സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ മുകളിലേക്ക് കയറി നിൽക്കുന്നത്. അടിപൊളി. ബാ ചെറട നിനക്ക്. വാ പൊട്ടൻ തീരത്തി. ചാവ്. വാ. ഒറ്റടിക്ക് കൊല്ലണോ? ഇറച്ചി കൊണ്ട് കൊടുക്ക. ഇറച്ചി കൊണ്ടാണ് കൊല്ലണോ? ഇറച്ചി കൊണ്ട്. അയ്യോ മൂട്ടിൽ തീ പിടിച്ചപ്പോ ചത്തേനെ.
അപ്പോൾ നമ്മളിവിടെ കുറച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഇവിടെ കുറച്ച് മരം, പിന്നെ ഇവിടെ കുറച്ച് മരം, അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 64, അതായത് 1.5 സ്റ്റാക്കിൻ്റെ അടുത്തോളം നമുക്ക് ആ വുഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട് കയറ്റാൻ വേണ്ടത് കുറച്ച് സ്റ്റോൺ വേണം, കോബിൾ സ്റ്റോൺ. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒന്നും പോലും ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് മൈനിങ്ങിനൊക്കെ പോവാം. അപ്പോൾ മൈനിങ്ങിന് പോയിക്കാൻ കുറച്ച് കോബിൾ സ്റ്റോണും കിട്ടും, മൈനിങ്ങും സെറ്റാവും. മൈനിങ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കി വെക്കാം നമ്മളെ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കയ്യിൽ വെക്കാമല്ലോ. ഊഹ്, 2 ചെസ്റ്റ് ഉണ്ടാക്കാൻ അരമണിക്കൂറായി. ഇങ്ങനെ ഗെയിം കളിച്ചാറേ. ഓക്കെ, നമ്മളിങ്ങനെ 2 ചെസ്റ്റ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലിടാം. ഇങ്ങനെ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ചകരൊക്കത്തിന് നിൽക്കിയതിനൊക്കെ ഉള്ളു. ഇപ്പോൾ നല്ല ഒക്കെ പോ ടൂൾസ് മാത്രം മതി നമുക്ക്. ടൂൾസ് വേണം, ഇതും വേണം, ബെഡും വേണം. ഇനിയിപ്പോൾ അഥവാ നമ്മൾ മൈനിങ്ങിൻ്റെ ഇടയിൽ നിന്നൊക്കെ രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് ബെഡ് വെച്ച് കിടന്നുറങ്ങാലോ. ഒക്കെ ബുദ്ധിയുള്ള കളിയാണ്. ബുദ്ധി കൂടെ നമ്മൾ ഈ ഗെയിം കളിക്കണം, മനസ്സിലായില്ലേ? കുറച്ച് ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഫുഡില്ലാതെ വിശന് വളരെ ദാരുണമായി മരിക്കേണ്ടി വരും. ഇനി നമുക്ക് മൈനിങ്ങിന് പോവാം. അപ്പോൾ നമ്മൾ മൈനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ നമുക്ക് മൈൻ ചെയ്യാം, ഇവിടെ വീടും വെക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് നേരെ ഇങ്ങനെ ഓടി വന്ന് മൈനിങ് ചെയ്യുക ഇടയ്ക്ക്. എന്നിട്ട് നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങാം. വരിക, മൈൻ ചെയ്യുക, കിടന്നുറങ്ങാം, വീട്ടിൽ പോവുക, കിടന്നുറങ്ങാം. അങ്ങനെ ഇങ്ങനെയാണ് മൈൻ ചെയ്യുക. നമ്മൾ ഇങ്ങനെ തന്നെ കുഴിച്ച് താഴെ പോവുക. അത്രേ ഉള്ളൂ. അതാണ് മൈനിങ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ താഴെ നമ്മൾ കോർഡിനേറ്റ്സിൽ വൈ ലെവൽ 58 അങ്ങനെ എന്തോ എത്തണം. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് കിട്ടും, -58. അതിന് വൈ ലെവൽ -58 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഡയമണ്ട് കിട്ടും. പിന്നെ അതേപോലെ പല ഐറ്റംസും കിട്ടും. അയ്യോ, ഞാൻ ടോർച്ച് എടുക്കാൻ മറന്നു. ഞാൻ ബുദ്ധിപൂർവ്വം കളിക്കണം എന്ന് പറഞ്ഞ് ടോർച്ച് എടുക്കാണ്ട് മൈനിങ് ചെയ്യാൻ പോയത്. ബുദ്ധിമാൻ തന്നെ. ഇനി നമുക്ക് ഈ ടോർച്ച് ഇങ്ങനെ മൈൻ ചെയ്ത് പോകുന്നതോറും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ച് പോവാം. നമ്മളെവിടെ ഊത്തി ഒരു കേവിലാണെന്ന് തോന്നുന്നു. താഴെ ഒരു കേവ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ അയണും ഉണ്ട്. ആരുമില്ല. ഓൾ ക്ലിയർ. 3 അയൺ കിട്ടി. ഇത് പിന്നെ ആർക്കും വേണ്ടല്ലോ, കോപ്പർ. നമുക്കിനി കുറച്ചുകൂടെ മൈൻ ചെയ്യാം. എത്താറായി തോന്നുന്നു. ഇനി കുറച്ചുകൂടെ മൈൻ ചെയ്താൽ മതിയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ കുറേ നേരമായി മൈൻ ചെയ്യണേ. ഇതെന്താ ഡയമണ്ടാണോ ഇത്? ഡയമണ്ട്. നമുക്ക് ഡയമണ്ട് കിട്ടി. പ്ലീസ് എടോ, ഇത്ര പെട്ടെന്ന് ഡയമണ്ട് കിട്ടിയോ? നമ്മള് -58 എത്തിയോ? ഇത്ര പെട്ടെന്ന് ഡയമണ്ട് കിട്ടിയാ? അത് കുഴച്ചു. എത്ര ഉണ്ട്? 2 ഡയമണ്ട് കിട്ടി ഗൈസ് നമുക്ക്. ഇനിയുണ്ട് അവിടെ. എത്ര? നിറയെ ഡയമണ്ട് കിട്ടി. ഇതല്ലേ ഡയമണ്ട് അല്ലേ? ഇത് ഡയമണ്ട് അല്ല, എനിക്കും തോന്നി അത് ഡയമണ്ട് അല്ല. എനിക്കറിയായിരുന്നു ആ ഡയമണ്ട് അല്ല. അത് എന്ത് ഡാപ്പിസ് ലസൂലിയാണ്. ഡയമണ്ട് ഒരു മുട്ട പോലെ ഉണ്ടാവുക, മഞ്ഞ കളറിൽ പച്ച കളറിൽ ഒരു മുട്ട പോലെ ഉണ്ടാവുക. ഇത് ലാപ്പിസ് കുസൂലിയ അങ്ങനെ എന്തോ ആണ്. ഞാൻ കുറേ നേരം മൈൻഡ് ചെയ്യണം. ഇപ്പം എത്ര എത്തിയെന്നാവോ? 28 കിട്ടി. 28. അപ്പം ഇനി 30 ബ്ലോക്കും കൂടെ നമുക്ക് കുഴിച്ചാൽ മതി. ഇതിങ്ങനെ താഴെ വരും തോറും ഇത് കുറഞ്ഞാണല്ലോ അല്ലേ വരിക? അങ്ങനെ കുറഞ്ഞ് വന്ന് -58 വരെ എത്തണം. ഇപ്പം 26 ആയിട്ടേ ഉള്ളൂ. ഇനി -58 എത്തണം. എനിക്കൊന്നും വയ്യ. പിന്നെ എൻ്റെ പട്ടി കുഴിക്കും. നീ നിന്നെ തന്നെ വേണം കുഴിച്ചോ. അതാ പിക്കാക്സേരാ. കുഴിച്ചോ എടുത്തോ. ഇപ്പം ആരാട്ടാ അവനും വേണ്ട. നമുക്ക് കോമ്പിൾ സ്റ്റോൺ തന്നെ വേണ്ടത് വീട് എത്താൻ. അത് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇനി മൈനിങ് ഇങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് വയ്യ. വേറെ വല്ല വഴിയുണ്ടോ നോക്കാം. ഓക്കെ, ഇങ്ങനത്തെ പരിപാടി. ഇനി നമുക്ക് വീട് കെട്ടണം. നമുക്ക് ഇവിടെ ഒരു കൊട്ടാരം പോലത്തെ വീട് കെട്ടണം. ആകാശം മുട്ടണം. അത്രയും വലുപ്പം വേണം. ഞാൻ ഈ 2 ചെസ്റ്റ് ഉണ്ടാക്കാൻ തന്നെ 10 മിനിറ്റ് ടൈം എടുത്തു. അപ്പോൾ ഒരു വീഡിയോ എത്താൻ എത്ര ടൈം എടുക്കുന്നേ ഊഹിച്ച് നോക്കിയാൽ അറിയാലോ. അതുകൊണ്ട് ഞാൻ വീഡിയോ എത്തുന്ന മൊത്തം കാണിച്ചിരുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ വീഡിയോ എത്തിയിട്ട് തരാൻ തന്നാലും. നമ്മുടെ വീടിൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. കണ്ടില്ലേ? ഞാൻ ഇതല്ല കെട്ടാൻ ഉദ്ദേശിച്ചത്. പക്ഷെ കെട്ടി വന്നപ്പോൾ ഇതിങ്ങനെയായി. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നൈസ്.
ഞാനൊരു ഹൗസ് ടൂർ തരാം. നമുക്ക് എങ്ങനെ ഈ ഒരു വഴി കൂടെ വീട്ടിനുള്ളിൽ കയറാം, ഈ ഒരു വഴി കൂടെ വീട്ടിൻ്റെ പുറത്ത് കയറാം. അതല്ലേ, അതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. പിന്നെ ഈ വീട്ടിൻ്റെ നമുക്ക് 2ാം ഫ്ലോറിൽ കയറണമെങ്കിൽ ഇതേനെ കയറിക്കാനാ 2nd ഫ്ലോറിലെത്തും. ഇതെന്താ ഇങ്ങനെ? ഇത് ഇത്തിരി വലുപ്പം കൂടുതൽ, ഇതിത്തിരി വലുപ്പം കുറവ്. ഞാൻ ഇങ്ങനെയല്ലല്ലോ കെട്ടിയത്. കുഴപ്പമില്ലാതെ ശരി, ഇതിങ്ങനെ ഇറങ്ങാത്ത കുഴപ്പമില്ല. ഇനിയും മാറ്റി പറയാൻ ചെയ്യാം. പിന്നെ ഇവിടെയൊക്കെ ഗ്ലാസ് വരും. ഈ ഓപ്പൺ കണ്ട, ഈ ഓപ്പൺ വെച്ച ഇവിടെയൊക്കെ ഗ്ലാസ് വരും. അപ്പൊ നമുക്ക് ബോറൊക്കെ അടിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് പുറത്ത് നോക്കി ചെറിയ ചൊല്ലിക്കാം. അത് രസമായിരിക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക എങ്ങനെയാണ് എനിക്ക് ഇത്ര അടിപൊളിയായിട്ട് വീഡിയോ എത്താൻ കഴിയുന്നതൊക്കെ അല്ലേ? അറിയാം, ഇതൊക്കെ എൻ്റെ ഓരോരോ കഴിവുകളാണ്. ചില സമയത്ത് എൻ്റെ കഴിവുണ്ട്, ഞാനേ നെട്ടാറുണ്ട്. അത്രയ്ക്ക് കഴിവാ ഞാനെൻ്റെ. എൻ്റെ മോനെ കീട്ടില്ല. ഷെയ്ഡ് ഇട്ടപ്പോൾ കുറച്ചുകൂടെ അടിപൊളി. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ഗുമ്പ് വന്നു. സോ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം.